ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈഫിനെ കുറിച്ചിട്ടാണ്. ലൈഫ് ശരിക്കും ഭയങ്കര ഹാർഡാണ്. പക്ഷെ ഞാനിപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ടാവുക. എല്ലാവരുടെ കാര്യമില്ല ഞാൻ പറഞ്ഞു. ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോഴും അവർ ജോലിയിൽ ഒരിക്കലും സാറ്റിസ്ഫൈ അല്ലാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ അവിടുന്ന്, അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മളെ ജോലിയെങ്കിൽ ഒരിക്കലും നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് അവിടെ ഉണ്ടാവില്ല. സ്ട്രെസ്സ് കൂടും. നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ആ മെൻ്റൽ സ്ട്രെസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒറ്റയടിക്ക് ജോലി ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്. ജോലി അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ ബാക്കിയുള്ള കാര്യങ്ങൾ ജോലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഫക്റ്റ് ആവും. പക്ഷെ നമ്മൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമുക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു ജോലി, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ജോലിയിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മെൻ്റൽ ഹെൽത്തിനൊക്കെ ഒരുപാട് ബാധിക്കും. അപ്പോൾ നമ്മളെ മെൻ്റൽ ഹെൽത്ത് ആണ് നമ്മളെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ കുറേ ജോലി കിട്ടി, ഒരുപാട് പൈസ ഉണ്ടാക്കി, ബാക്കി ആ ക്യാഷ് മൊത്തം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ലൈഫല്ലേ ഇമ്പോർട്ടൻ്റ്. നമ്മൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ഫാമിലിനെ എല്ലാവരെയും നന്നായി നോക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. ഇതെൻ്റെ ഒരു ടിപ്പാണ്. ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെതായ രീതിയിൽ എൻ്റെ ഒരു തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.